കൊല്ലം അഞ്ചൽ ഏരൂരിൽ യുവാവിന്റെ ജീവനെടുത്ത് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്. വൃത്തിയാക്കാൻ പിന്നെ മോട്ടർ കേടായിരുന്നു. മോട്ടർ കേടായതുകൊണ്ട് മോട്ടർ വലിച്ച് കയറ്റാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഇറങ്ങി. മോട്ടർ പിടിച്ചെന്നാ പറഞ്ഞ് എനിക്കറിയത്തില്ല. ഞാൻ അന്നേരം എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഓടി വരുന്നത്. അഞ്ചൽ അരിപ്ലാച്ചിയിൽ താമസിക്കുന്ന സഹോദരി പ്രീതയുടെ വീട്ടിലെ കിണർ വൃത്തിയാക്കാനാണ് രാവിലെ പ്രിൻസ് പുനലൂരിൽ നിന്നും എത്തിയത്. കിണർ വൃത്തിയാക്കാൻ കിണറ്റിൽ ഇറങ്ങുന്ന സമയത്ത് കാൽ വഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. അപ്പം പിടിച്ച് മേലോട്ട് കയറ്റാൻ അവിടെ പിന്നെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, 2 കമ്പി. ആ കമ്പി ചവിട്ടി നിന്നിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വരിക. കമ്പി അങ്ങ് സ്ലിപ്പായി നേരെ താഴോട്ട് ചെന്ന് തല ഇതിലടിച്ച് പിന്നെ വെള്ളത്തിലടി. നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് പുനലൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സാണ് പ്രിൻസിനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. അടി പോയതിന് ശേഷം പിന്നെ ഒരണക്കവും ഇല്ല, ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഞങ്ങളൊക്കെ ഓടി വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഫയർഫോഴ്സ് വിളിച്ച് ഫയർഫോഴ്സ് വന്ന് എടുത്ത്. അങ്ങനെ സംഭവം. അപ്പോഴേക്കും പ്രിൻസ് മരണപ്പെട്ടിരുന്നു. അഞ്ചൽ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചു. പ്രിൻസിന്റെ സഹോദരി പ്രീതയും കുടുംബവും വിദേശത്താണ്. പ്രിൻസാണ് സഹോദരിയുടെ വീട് നോക്കി വന്നിരുന്നത്. കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്. വൃത്തിയാക്കാൻ പിന്നെ മോട്ടർ കേടായിരുന്നു. മോട്ടർ കേടായതുകൊണ്ട് മോട്ടർ വലിച്ച് കയറ്റാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഇറങ്ങി. മോട്ടർ പിടിച്ചെന്നാ പറഞ്ഞ് എനിക്കറിയത്തില്ല. ഞാൻ അന്നേരം എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഓടി വരുന്നത്. അപ്പം പിടിച്ച് മേലോട്ട് കയറ്റാൻ അവിടെ പിന്നെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, 2 കമ്പി. ആ കമ്പി ചവിട്ടി നിന്നിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വരിക. കമ്പി അങ്ങ് സ്ലിപ്പായി നേരെ താഴോട്ട് ചെന്ന് തല ഇതിലടിച്ച് പിന്നെ വെള്ളത്തിലടി പോയതിന് ശേഷം പിന്നെ ഒരണക്കവും ഇല്ല, ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഞങ്ങളൊക്കെ ഓടി വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഫയർഫോഴ്സ് വിളിച്ച് ഫയർഫോഴ്സ് വന്ന് എടുത്ത്. അങ്ങനെ സംഭവം. ന്യൂസ് കേരളം 24.